കൊല്ലാനും നിങ്ങൾ മടിക്കില്ല. പോകാം, പക്ഷെ അതിനു മുമ്പ് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. ഇവളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ലെന്ന്, ഇവളോട് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. സത്യം ചെയ്യും. ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है। जागो देखो जीवन जो तुजागर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम। रामावत में काशी में शिव का वृंदावन में दया करो प्रभु देखो इनको, दया करो प्रभु देखो इनको, हर थर के आंगन राधा मोहन शरणम, सत्यम शिवम सुंदरम। ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു അനാഥ ശവമായി ഏതോ ശവപ്പറമ്പിൽ എരിഞ്ഞടങ്ങി. ഒരു പിടി ചാരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പകരം ഒരു നിധി പോലെ കിട്ടിയത് നിന്നെയാണ്. നിന്നെയും മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ അവകാശികളെയും തേടി ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല, തേടാത്ത നാടില്ല. പക്ഷെ ആരെയും കണ്ടെത്താനായില്ല. പൊന്നു പോലെയല്ല നിന്നെ ഞങ്ങൾ നോക്കിയത്. നിന്നെ ഞങ്ങൾ നോവിച്ചിട്ടുണ്ടോ മോളെ? നിന്നെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല മോളെ. ഈശ്വരൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. എന്തെങ്കിലും നിന്റെ അവകാശികളെ കണ്ടെത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, നിമിഷങ്ങളില്ല. ഇപ്പതേ മാഷിനതറിയാം. പറ മാഷേ, ഞങ്ങളുടെ മോളെ ഞങ്ങൾ എവിടെയാ കൊണ്ടുപോകേണ്ടത്? പറ മാഷേ, ഞങ്ങൾ കൊണ്ടുപോകാം. തിരിച്ചേൽപ്പിക്കാവളെ. വേണ്ട, ഇനി ഒരു അക്ഷരം പോലും പറയണ്ട. എനിക്കങ്ങനെ ആരുമില്ല മോളെ. ഈ ഏട്ടന്മാരുടെ പെങ്ങളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇവരല്ലാതെ എനിക്ക് ആരുമില്ല. അച്ഛനും അമ്മയും വീടും ഒന്നുമില്ല. ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരാൻ പാടില്ല. പൊയ്ക്കോ, ഇറങ്ങി പോവാനാ പറഞ്ഞത്.
പെട്ടെന്ന് പണത്തിനും ഒരുപാട് ആവശ്യം വന്നപ്പോൾ ഞാനൊന്നും ഓർത്തില്ല. ഒരു നാട്ടിലെ രാജകുമാരിയാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടന്മാർക്ക് വേണ്ടി തെരുവിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച ഈ മനസ്സുണ്ടല്ലോ, അത് കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുകയാണ്. വിജയ്ക്ക് ഏട്ടന്മാരോടൊപ്പം കഴിയാം. ഒരു തടസ്സമായിട്ട് ഞാനിനി ഒരിക്കലും വരില്ല. ഞാൻ ഇന്നും ബാങ്കിൽ പോയിരുന്നു. ജപ്തി കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടുമോയെന്നറിയാൻ. നാളെ ഒരു ദിവസത്തെ അവധിയെ കിട്ടിയുള്ളൂ. ഇത്രയും നാൾ നീ എല്ലാ കാര്യങ്ങളും അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഇനി നീ എന്താ ചെയ്യാൻ പോണേ? അതാ ഞാൻ പറഞ്ഞത്, അച്ഛനെ ആശുപത്രിയിലാക്കാം. എന്നിട്ടൊരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് അമ്മയും പെങ്ങളെയും കൂട്ടി താമസിക്കാം. വേണ്ട മാവ. ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ കിടന്ന് ഉറക്കി കരയുന്ന, എപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അച്ഛനെ എനിക്ക് കാണണ്ട. ഒന്നും അറിയാതെ ഞങ്ങളെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്നില്ലേ, അതുപോലെ ഇനിയും എൻ്റെ അച്ഛൻ ജീവിക്കട്ടെ. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ വീട് വിട്ടിറങ്ങുമ്പം നീ അച്ഛനോട് എന്തു പറയും? ഒരുപാട് ടെക്നിക്കുകൾ ഇനിയും ബാക്കിയില്ലേ അമ്മാവ. അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളാണ്. എനിക്ക് മാപ്പ് തരണം. ഇനി എന്നും അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടാവും. പിന്നെ എല്ലാരും റെഡി ആയിക്കോണം. നമ്മള് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോകണം. ഇതൊന്നും എന്റെ പ്ലാനല്ല, എല്ലാം എന്റെ മോന്റെ പ്ലാനാ. ഞാൻ അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പൊറുക്കാനാവാത്ത ഒരുപാട് തെറ്റുകൾ. കറക്റ്റ്. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാനായി കുറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം, അനുഗ്രഹങ്ങൾ വാങ്ങണം. എന്നാലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ. ശരിയാണോ ചേട്ടാ? നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകുന്നുണ്ടോ? ഒരുപാട്. അതുകൊണ്ട് ഉള്ള ഡ്രസ്സ് മുഴുവൻ എടുത്തോ. അമ്മ മോനെ, അമ്മ എന്താടാ കരയുന്നേ? അത് പിന്നെ അച്ഛനറിയില്ലേ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വരുമ്പോ കരച്ചിൽ വരും. ആഹാ, മോൻ റൈറ്റ്. അമ്മേ വാ. ഇങ്ങനെ വന്നേ. ഒരുപാട് ശ്രമിച്ചിട്ടാ ഇത്രയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയത്. മമ്മദിന്റെ കടയിൽ നിന്ന് കടം മേടിച്ചതാ. അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പരിചയത്തിൽ. ഇനി ബാക്കി നിനക്കറിയാവില്ല എൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഒരറ്റം കഴുത്തി കെട്ടിയിരിക്കുന്നതേ ഉള്ളൂ. മറ്റേ അറ്റം എപ്പോഴാ ഉത്തരത്തിൽ കെട്ടേണ്ടി വരികയെന്നറിയില്ല. വീട് കണ്ടാലും മനസ്സിലാവും. മോനെ, ആട്ടോടെ കാശും കൊടുത്തരും. അച്ഛനിത് അവിടെ പോയി? ഒരു യാത്രയ്ക്ക് പോകില്ലടാ, അത്യാവശ്യമുള്ള സാധനങ്ങളെ കരുതണ്ടേ? എന്തായാലേ. പിന്നെ മമ്മദിന്റെ കടയിൽ ഒരു 3300 രൂപ കൊടുക്കണം. ചെക്ക് കൊടുക്കാൻ. ചെക്കോ? എന്തിന്? കാശ് കൊടുക്കണം. ആ വഴി നടക്കാൻ പറ്റാണ്ടായി. എത്രയായി? 150 സാർ. 150 രൂപയാ? താൻ ചന്ദ്രനിന്നല്ലോ വന്ന്, ദാ കവലെന്നല്ലേ 20 രൂപ തരും. ബാർഗെയിൻ ചെയ്യാതെ മോനെ. ഒന്നുമില്ലല്ലോ, അവൻ അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ. ഒരു 200 രൂപയും കൊടുത്തരും. എന്റെ കാർ തൽക്കാലം ഉപകരിക്കാത്ത തന്റെ ഭാഗ്യം ശീലമാക്കിയാക്കരുത്. പറഞ്ഞ പോലെ അളിയാ, എന്റെ കാർ ഇവിടെ. അല്ല, അത് വർക്ക്ഷോപ്പിലല്ലേ? എന്തോന്ന് വർക്ക്ഷോപ്പ്? എപ്പോ ചോദിച്ചാലും വണ്ടിക്ക് അതില്ല ഇതില്ല. അളിയാ, തനിക്കെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഉണ്ട്. പക്ഷേ കാറിന്റെ എന്തോ ഒരു ക്രാഷ് ഇപ്പോഴും കിട്ടാനില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? വേറൊരു കാർ ഏർപ്പാട് ചെയ്യണം, ടൂറിസ്റ്റ് AC. അതെ, AC കാറും ബംഗ്ലാവും ഒന്നും പാടില്ല. സാധാരണ യാത്ര, സാധാരണ ഭക്ഷണം, അതിസാധാരണമായ താമസം. അയ്യോ മോനെ, ഈ സാധാരണമായ രീതി ഒന്നും നിന്റെ അച്ഛന് പറ്റുകൾ അറിയാൻ പാടില്ല നിനക്ക്. അളിയാ, ഇങ്ങോട്ട് വന്നേ. ഈ പോകുന്നത് പിക്നിക്കിനല്ല, തീർത്ഥയാത്രയ്ക്കാ. അപ്പോ സാധാരണ ജീവിതം നയിച്ചാലേ പറ്റൂ, എന്നാലേ പുണ്യം കിട്ടും. അപ്പോ നമ്മൾ വളരെ സാധാരണമായ രീതി പോയെങ്കിലും നമുക്ക് പുണ്യം കിട്ടും. അളിയൻ റൈറ്റ്.
കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? നാളെ വീട് ജപ്തിയാ. പക്ഷെ ഇപ്പൊ അതിലും വലിയ വീട് എനിക്ക് കിട്ടി. മുകളിലെ ആകാശം, താഴെ ഭൂമി അല്ലേ? ചന്ദ്രു, നിങ്ങളുടെയൊക്കെ കൂടെ കുറച്ച് ദിവസം കഴിയാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്നെ തന്നെ മറന്നത്, കുറച്ച് ചിരിച്ചത്, അല്പം സന്തോഷിച്ചത് നിങ്ങളുടെ ഒപ്പം